നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് യെസ് ഓർ നോ. പിന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ നല്ലൊരു കോൺഫിഡന്റ് കിട്ടി. വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പേടി അങ്ങോട്ട് മാറുന്നില്ല. ഒരു വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാനിടയായി. അപ്പോൾ അതിൽ 1-2 പേരുടെ കമന്റുകളും കാണാനിടയായി. അതായത് ഞാൻ അതിന്റെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ വീലിന്റെ പൊസിഷൻ എങ്ങനെ കൃത്യമായിട്ട് ഒരു തുടക്കക്കാരന് മനസ്സിലാക്കാം എന്നതിനെ പറ്റിയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിലൊന്ന് 3-4 പേര് ഒന്ന് കമന്റ് ഇട്ടു. അതായത് ഇങ്ങനെ ഇട്ട് സ്റ്റിയറിംഗ് തിരിക്കേണ്ട കാര്യമുണ്ടോ, വീല് തേഞ്ഞു പോകില്ലേ ഒന്ന്. അതേപോലെ തന്നെ ഒരാൾ ചോദിച്ചു, ഇതുപോലെ വണ്ടി ഒന്ന് മുന്നോട്ട് അനക്കിക്കൊണ്ട് എടുത്താൽ പോരെ, എന്തിനാ ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് ഇട്ട് തിരിക്കുന്നത് എന്ന്. അതായത് ഞാനിങ്ങനെ അളവ് കാണിച്ചു കൊടുത്തു. കാരണം ഒരു വാഹനത്തിനുള്ളിൽ ഇരുന്ന ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം അവർക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ല എങ്ങനെയാണ് നേരെ വീല് കറക്കുന്നതെന്ന് അറിയില്ല. കാരണം പലരും പഠിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗം നേരെ സ്ട്രെയിറ്റ് താഴെ വരുമ്പോൾ നേരെയാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് 3 പ്രാവശ്യം വരെ, ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഇത് 3 പ്രാവശ്യം വരെ ഇത് നേരെ സ്ട്രെയിറ്റ് താഴെ വരാം. അപ്പൊ ഇത് കണ്ടില്ലേ, ഞാനത് ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കണ്ട് ഇതിപ്പോ നേരെ താഴെ വന്നു. നമ്മുടെ വീല് നേരെയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെ വീണ്ടും രണ്ടാമത് ഒന്നുകൂടെ തിരിച്ചു. ഇപ്പോഴും നമ്മുടെ വീല് നേരെയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കണ്ട് വീണ്ടും ഒന്നുകൂടെ താഴെ വന്നു. ഇപ്പോഴും നമ്മുടെ വീല് നേരെയാണെന്ന് പറയാൻ പറ്റില്ല. കണ്ടില്ലേ, ഇപ്പൊ ഇവിടെ വരുമ്പോൾ ലോക്കായി. കണ്ട, അപ്പൊ നമ്മൾ ഇത് 3 പ്രാവശ്യം വരെ ഇത് താഴെ വരും. അപ്പോൾ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കറക്റ്റായിട്ട് ഒരു വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് വീലിന്റെ പൊസിഷൻ കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ആണെന്ന് മനസ്സിലാകത്തില്ല. അപ്പൊ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഫുള്ള് തിരിച്ചിട്ട് നമ്മുടെ വാഹനത്തിന്റെ ഓരോ വാഹനത്തിന്റെ അളവുകൾ ഓരോ അളവുകളാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഒടിവുള്ള വാഹനവും അതുപോലെ തന്നെ ഒടിവ് കുറവുള്ള വാഹനമെന്ന്. അപ്പൊ നമുക്ക് തന്നെ ആ ചോദ്യത്തിന് തന്നെ ആൻസർ ഉണ്ട്. അതായത് ഒടിവ് കൂടുതലുള്ള വാഹനത്തിന് സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാം അളവും കൂടുതലായിരിക്കും. അപ്പൊ എല്ലാ വണ്ടിയുടെ ഒരേ അളവാകണമെന്നില്ല. അപ്പൊ പലരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് 2 തിരിക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഈ 2 തിരിച്ച എല്ലാ വാഹനത്തിന്റെ ഒരേ അളവ്, അല്ലെങ്കിൽ പിന്നെ ഒടിവ് കൂടിയ വണ്ടി ഒരു ഒടിവ് കുറവുള്ള വണ്ടി എന്ന് അങ്ങനെ കാണരുതായിരുന്നു. ഇപ്പൊ ഒടിവ് കുറവുള്ള വണ്ടിക്ക് അളവും കുറവായിരിക്കും, ഒടിവ് കൂടുതലുള്ള വണ്ടിക്ക് അളവ് കൂടുതലായിരിക്കും. ഇപ്പൊ നമ്മുടെ ഓരോ വണ്ടിക്ക് ഞാനിപ്പോ പറഞ്ഞ പോലെ 3 ഉള്ളതുണ്ടാകും, 3.5 ഉള്ളതുണ്ടാകും, 4 ഉള്ളതുണ്ടാകും. നമ്മുടെ വാഹനത്തിന്റെ അളവ് എത്രയാണെന്ന് നമ്മളത് കണ്ടുപിടിക്കുക. അതായത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊരു ഭാഗത്തേക്ക് ഫുള്ള് ഈ ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കൈ ഈ രീതി വെച്ചിട്ട് നമ്മളിങ്ങനെ, കണ്ടില്ലേ, കൈ അവിടെ നിന്ന് ഇറങ്ങാതെ അവിടെ എടുക്കുന്ന സമയത്ത് 1, അതുപോലെ അവിടെ വന്നപ്പോൾ 2, അതുപോലെ തന്നെ അവിടെ വന്നപ്പോൾ 3, ഇതാ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ലോക്കായി. കണ്ട, ഇവിടെ വന്നപ്പോൾ ലോക്കായി. അപ്പൊ കറക്റ്റ് നമ്മുടെ എത്ര അളവ് 3.5 കണ്ട, 4 വരുമ്പോൾ ഇവിടെ വേണം 4 ആവുമ്പോൾ, ഇവിടെ വന്നപ്പോൾ 3 ഇപ്പൊ ഇവിടെ വന്നപ്പോൾ 3.5 ആയി. ചില വാഹനത്തിന് എത്രയുണ്ട്? 3.5 ഉണ്ടാകും, ചില വാഹനത്തിന് 4 ഉണ്ടാകും, ചില വാഹനത്തിന് 3 ഉണ്ടാകത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ വാഹനം 3.5 അപ്പൊ നമ്മുടെ വാഹനത്തിന്റെ അളവ് 3.5യുടെ പകുതി എന്ന് പറയുമ്പോൾ എത്ര വരും? 1.25. അപ്പൊ ഞാൻ അതുപോലെ തന്നെ ഇങ്ങനെ കാണിച്ചു തന്നെ കൊടുത്തിട്ട് അതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആകുമെന്ന് പറഞ്ഞു. ഇത് കണ്ടില്ല, ഞാൻ ഉദാഹരണത്തിന് കാണിച്ചു തരാം. 1 കണ്ട, ഇപ്പൊ ഈ 1.25 വന്നപ്പോ എന്തായി? വീല് സ്ട്രെയിറ്റ് ആയി. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഞാൻ ഇറങ്ങിയും കാണിച്ചു തരാം. ഈ ഒരു ഭാഗം രണ്ട് ഇങ്ങനെയായിരിക്കും. ഞാനിപ്പോ ഇറങ്ങി കാണിച്ചു തരാം. വീല് സ്ട്രെയിറ്റ് ആയിരിക്കും, പക്ഷെ ഈ ഒരു ഭാഗം നോക്കി രണ്ട് ഇങ്ങനെയായിരിക്കും. ഇതല്ല, വീല് സ്ട്രെയിറ്റ് ആണ്. ഇത് ഈ ഭാഗം നോക്കി രണ്ട് ഇവിടെയാണ്. കണ്ടോ? അപ്പൊ നമുക്ക് ഇത് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നിൽക്കരുത്. കണ്ടില്ലേ, ഞാനിപ്പോ ഈ ഭാഗം ഇങ്ങനെയാണ്. നിങ്ങൾ വീണ്ടും നോക്കിയാൽ ആ വീലിലോട്ട് നോക്കിയാൽ കണ്ട, വീല് സ്ട്രെയിറ്റ് ആണ്. അപ്പൊ ഒരു കാരണവശാലും ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തത് സ്ട്രെയിറ്റ് ചെയ്തത്. കാരണം ഇവിടെ തന്നെ ഇരിക്കണമെന്നില്ല. അതേപോലെ നമ്മൾ ഈ ഭാഗത്ത് ഇങ്ങനെ തിരിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് വരാം. അതേപോലെ തന്നെ സ്ട്രെയിറ്റും ഉണ്ടാകാം. കാരണം പ്ലേ ഉണ്ട് സ്റ്റിയറിങ്ങിന്. അപ്പം ഇവിടെയല്ല അവിടെയല്ല സ്ട്രെയിറ്റും അല്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന തുടക്കക്കാരോട് എൻ്റെ ഒരു ചോദ്യം, നിങ്ങൾക്ക് ഒരു വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ നോക്കിയാൽ നമ്മുടെ ഫ്രണ്ടിൽ സ്പേസ് ഇല്ല. നമ്മളൊരു വാഹനം വീൽ എപ്പോഴാണ് നമ്മൾ സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടി നിൽക്കുന്നത്? നമ്മളൊരു വാഹനം കൊണ്ടുവന്ന് എവിടെയെങ്കിലും നിർത്തി നമ്മുടെ സ്പേസ് കറക്റ്റായിട്ട് അവിടെ കൊണ്ട് നിർത്തിയതിന് ശേഷമായിരിക്കും നമ്മൾ വീല് സ്ട്രെയിറ്റ് ആക്കാൻ നോക്കുന്നത്. പക്ഷെ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു വാഹനം മുൻപോട്ട്, അതിലെ കമന്റ് എന്താണെന്ന് ചോദിച്ചാൽ
മുൻപോട്ടൊന്ന് അനക്കിയാൽ അറിയത്തില്ല വീല് സ്ട്രെയിറ്റ് ആണോ, ഒന്ന് ഉരുട്ടിക്കൊണ്ട് നമുക്ക് നേരെയാക്കാൻ കഴിയില്ലേ എന്നൊരു കമന്റ്. അതേപോലെ തന്നെ വേറൊരാൾ കമന്റ് ഇട്ടിരിക്കുന്നു, ഇതിങ്ങനെയുണ്ട്, സ്റ്റിയറിംഗ് തിരിക്കേണ്ട കാര്യമുണ്ടോ, വീല് തേയില്ലേ എന്നൊക്കെ. അപ്പൊ ഞാനത് പറയാനുള്ള കാരണം ഇപ്പൊ മൂന്ന് കമന്റും വെവ്വേറെ രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെട്ട് തിരിക്കേണ്ട കാര്യമുണ്ടോ, തലയൊന്ന് വെളിയിലോട്ടിട്ട് നോക്കിയാൽ അറിയില്ലേ വീല് സ്ട്രെയിറ്റ് ആണോ എന്ന്. ഞാൻ ഈ തുടക്കക്കാരനോട് ഞാൻ ചോദിക്കുന്ന എന്റെ ഒരു ചോദ്യം, നിങ്ങൾക്ക് ഒരു വാഹന സ്പേസ് കുറഞ്ഞ സ്ഥലത്തും മുൻപോട്ടൊന്ന് ഉരുട്ടിക്കൊണ്ട് നിങ്ങൾക്ക് നേരെയാക്കാൻ കഴിയുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങളുടെ തല വെളിയിലോട്ട് ഇട്ടുകൊണ്ട് നിങ്ങളുടെ വീല് തിരിഞ്ഞിരിക്കാം. അപ്പോൾ ആ വീല് തിരിഞ്ഞിരിക്കുന്ന വീല് നിങ്ങൾക്ക് തല വെളിയിലോട്ട് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് നേരെയാക്കാൻ സാധിക്കുമോ? എങ്കിലും നിങ്ങൾക്ക് ആ കമന്റ് ബോക്സിൽ നിങ്ങൾ പറ്റും അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് നിങ്ങൾ കമന്റ് ഒന്ന് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ നമ്മുടെ വീല് നിലത്തൂടെ തന്നെ ആയിരിക്കും അത് കിടന്ന് കറങ്ങുന്നത്. അല്ലാതെ ഉരുളാൻ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, അത് വായുവിലാകുന്നില്ല. പറ്റും. ഞാനിപ്പോൾ തുടക്കത്തിൽ തന്നെ എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റി. അതായത് വണ്ടി എടുത്തുകൊണ്ട് തന്നെ വീല് നേരെയാക്കാനും അതേപോലെ തന്നെ വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് തല വെളിയിലോട്ടിരുന്നപ്പോൾ എൻ്റെ വീല് സ്ട്രെയിറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെയുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ഇടുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ ആ കമന്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെല്ലാം ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം വാഹനം ഓടിച്ച് എക്സ്പേർട്ടായ ഒരാള് അവർക്ക് സ്വാഭാവിക കമന്റ് ഇടാൻ, കാരണം ഇത് അറിയാത്തവരല്ല ഇത് കമന്റ് ഇട്ടിരിക്കുന്നത്, അറിയാവുന്നവരായിരിക്കും. കാരണം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കമന്റ് ഇടുകയില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു വണ്ടി അനക്കിക്കൊണ്ട് നേരെയാക്കാൻ കഴിയില്ല. അതിപ്പം സ്വാഭാവികമായിട്ട് അറിയാവുന്നവർ ആ കമന്റ് വരത്തുള്ളൂ. അറിയാത്തവർക്ക് അങ്ങനെയുള്ള വാക്കുകൾ എന്ത് ചെയ്തില്ല, അവരുടെ വായിൽ വരില്ല. കാരണം ഒരു കാരണവശാലും സ്വാഭാവികമായിട്ടും എന്റെ അഭിപ്രായത്തിൽ, കാരണം ഞാൻ അതുപോലെ പ്രാക്ടീസിനായിട്ട് പല ജില്ലകളിൽ പോയി പലരെയും പഠിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ പലരോടും പറയുമ്പോൾ തുടക്കത്തിൽ അവർക്ക് കിട്ടത്തില്ല. അപ്പൊ ആ ഒരു അനുഭവം വെച്ചോണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡന്റ് ഒക്കെ കിട്ടി. ലൈസൻസ് ഉണ്ട്, വാഹനം വീട്ടിലുണ്ട്, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പേടി കാരണം ഇരിക്കുന്നവരാണ്. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്താലേ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നു നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ മടിപ്പിക്കുന്നവരുണ്ട് വീട്ടുകാരെ. നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും, നിങ്ങൾ ഏത് പ്രായമുള്ളവരാണെങ്കിലും നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിൽ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നമ്മുടെ ഓഫീസിൽ വിളിച്ചാൽ പോലും നിങ്ങളോട് ചോദിക്കില്ല നിങ്ങൾക്ക് എത്ര വയസ്സായെന്നോ നിങ്ങളുടെ വാഹനം ഏതാണെന്നോ നിങ്ങൾ എത്ര നാളായി ലൈസൻസ് ഉണ്ടെന്ന് ചോദിക്കില്ല. നമുക്ക് അതൊന്നും ഇതിനകത്തിൽ കാരണമല്ല. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങൾ ഏത് ജില്ലയിലാണ് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ആരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.